കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കർണാടക. ബാവലിയിലും കുട്ടയിലും കനത്ത പരിശോധന. 72 മണിക്കൂറിനിടയിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രം കർണാടകയിലേക്ക് പ്രവേശനം. കേരളത്തിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലാണ് കർണാടക കനത്ത നടപടിയുമായി മുന്നോട്ട് വന്നത്. ഇതാണ് മലയാളികളെ അടക്കം ദുരിതത്തിലാക്കിയിരിക്കുന്നത്. 72 മണിക്കൂറിനിടയിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ കർണാടകയിലേക്ക് പ്രവേശനമുള്ളൂ. ഇതിന്റെ മുന്നോടിയായി കർണാടക അതിർത്തി പ്രദേശമായ ബാവലിയിലും കുട്ടയിലും കർണാടക പോലീസും ആരോഗ്യവകുപ്പും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പച്ചക്കറി അടക്കം അവശ്യ സാധനങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ പോലും കടത്തിവിടുന്നില്ല. ബസ്സുകൾ മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത്. രാവിലെ കർണാടക പോലീസുമായി തിരുനെല്ലി എസ് ഐ ദിനേശിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പച്ചക്കറി വാഹനങ്ങൾ കടത്തിവിട്ടു. എന്നാൽ നാളെ മുതൽ കൂടുതൽ പരിശോധന കർശനമാക്കുമെന്നാണ് കർണാടക വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യാപാരികളാണ് ഇതുമൂലം ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. സർക്കാരും ജില്ലാ ഭരണകൂടവും അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യമുയർന്നത്. വാഹനങ്ങളും ബസ്സല്ലാതെ മറ്റ് യാത്രാമാർഗം അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് കർണാടകയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർണാടക ഗവൺമെൻറ് നിർദ്ദേശം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ. വയനാട് വിഷൻ, കാട്ടിക്കുളം.